Hi friends, welcome back to Shobha Tailors. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻ്റ് ആണ്, പോക്കറ്റ് വെച്ചുള്ള ഒരു പലാസോ പാൻ്റ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ഷിഫോൺ സിൽക്കിൻ്റെ ഫാബ്രിക് ആണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ പലാസോ പാൻ്റ് തയ്ക്കാൻ നമുക്ക് 3 മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്: ലെങ്ത്ത്, വേസ്റ്റ്, ഹിപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ തുണി 4 ആയിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ആദ്യമേ ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം അത് വിഡ്ത്ത് വൈസ് ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ വിഡ്ത്ത് വൈസ് മടക്കി. അതിനുശേഷം ഇനി ലെങ്ത്ത് വൈസ് ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ ലെങ്ത്ത് വൈസ് മടക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പ്രോപ്പറായിട്ടൊന്ന് അലൈൻ ചെയ്യുക. അപ്പോൾ അലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഈ ഭാഗം ഇത് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്. ഈ സൈഡ് കണ്ടോ, ഓപ്പൺ സൈഡാണ്. ഇത് ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ മേൽഭാഗം കുറച്ച് അൺഇവനായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ അൺഇവനായിട്ട് നിൽക്കുന്ന ഈ ഭാഗം, അതായത് കയറി ഇറങ്ങി നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ചെറുതായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മളൊരു 1.5 ഇഞ്ച് മാർജിനാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അടിഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കണം. സോ ആ മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ലെങ്ത് ആണ്. അപ്പം ലെങ്ത് എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ അളവ് 38 ഇഞ്ചാണ്. സോ അത് ഞാൻ കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്തു. അത് 2 സൈഡിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നിന്നും 38 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ സൈഡിൽ നിന്നും 38 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ നമ്മളത് വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ വിഡ്ത്ത് നമ്മളിപ്പോൾ വരച്ച ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കണം. അതിന് ടേപ്പ് ഇങ്ങനെ വെച്ച് നമ്മളത് മടക്കിയെടുത്താൽ നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടി. ഇത് ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മൾ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുക. സോ ഇതിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ വരച്ച ഈ 2 പോയിൻറ്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് നമ്മളുടെ തുണിയുടെ നടുക്കൂടെയാണ് ആ ലൈൻ പോകുന്നത് കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് ഈ ലൈൻ പോകുന്നത്. സോ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിപ്പ് മെഷർമെൻ്റ് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എൻ്റെ മെഷർമെൻറ്റിൽ ഹിപ്പ് റൗണ്ട് ആയിട്ട് വന്നിരിക്കുന്ന 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ചിനോട് കൂടി ഒരു 3 ഇഞ്ചും കൂടി നമ്മൾ കൂടുതൽ എടുക്കണം. അപ്പം 9നോട് 3 കിട്ടുമ്പോൾ 12. ആ 12 ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 12ൻ്റെ പകുതി 6 ഇഞ്ച് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ സൈഡിലോട്ട് നമ്മൾ അതേ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ മേളിലും നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ 6 ഇഞ്ച് 2 സൈഡിലേക്ക് നമ്മൾ മേളിലും മാർക്ക് ചെയ്തു. എന്നിട്ടിനി വീഡിയോയിൽ കാണുന്ന പോലെ ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രോച്ചിൻ്റെ ആ പോയിൻ്റാണ്. അപ്പോൾ ക്രോച്ചിൻ്റെ ആ പോയിൻ്റ് നമ്മൾ ഈ ഭാഗത്ത് നിന്നും ഓപ്പൺ സൈഡിലേക്കാണ് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. 2.5 3 എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴത്തെ ആ ലൈനിലോട്ട് ഒരു ചരിഞ്ഞ വര ഈ പോർഷനിൽ നിന്നും വരച്ചു കൊടുക്കുക. നമ്മുടെ ആ ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു ചരിഞ്ഞ വര വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒരു ചരിഞ്ഞ വര വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഭാഗത്തൊരു കോർണർ പോർഷൻ ഉണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ആ കോർണർ പോർഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലെ മേളിൽ നിന്നും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് അത് കണ്ടോ, ഇതിൽ 2 ലെയർ ഉണ്ട്. ഫോൾഡഡ് പോർഷൻ കണ്ടോ, 2 ലെയർ ഉണ്ട്. അതിൽ ഒരു ലെയർ നമ്മൾ എടുത്ത് പിടിക്കുക. കണ്ടോ, ഇതേപോലെ ഒരു ലെയർ എടുത്ത് പിടിച്ച് ആ ലെയർ മാത്രം കട്ട് ചെയ്തെടുക്കുക. രണ്ടും കൂടെ കൂട്ടി കട്ട് ചെയ്ത് കേട്ടോ. ആ മേളിലത്തെ ആ ഒരു ലെയർ മാത്രം നമ്മൾ കട്ട് ചെയ്ത്
എടുക്കുക. സോ കട്ട് ചെയ്തിട്ട് അത് ആ പോർഷൻ അങ്ങ് മാറ്റി വെക്കുക. അപ്പം നമ്മൾ കണ്ടോ, താഴത്തെ ലെയർ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, മുകളിലത്തെ ആ ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഫ്രണ്ട് പോർഷനാണ്. ഇനി നമ്മൾ ബാക്കിന് വേണ്ടിയിട്ടുള്ള അളവുകൾ വരയ്ക്കണം. അപ്പം അത് നമുക്ക് വരച്ചെടുക്കാം. അപ്പം ആദ്യമേ നമ്മളിതാ ഈ പോർഷനിൽ നിന്നും ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഇതാ ഇതേപോലെ നീട്ടി അങ്ങ് മാർക്ക് ചെയ്യുക. കാരണം ഇത് ഇലാസ്റ്റിക് വെച്ചാണ് ബാക്ക് പോർഷൻ തയ്ക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നിട്ട് ആ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ എടുക്കാത്തത്, ഫ്രണ്ടിൽ ബെൽറ്റിൻ്റെ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് എക്സ്ട്രാ എടുക്കാത്തത്. എന്നിട്ട് ഇതാ ഈ പോർഷനിൽ നിന്നും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു കർവ് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് മുകളിലേക്ക് ഈ പാൻറ് പിന്നെ ചുരുങ്ങിയൊന്നും പോകത്തില്ല ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ. സോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നത്. സോ നമ്മൾ ഈ ഷേപ്പ് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ വരച്ച ആ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഈ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇതാ ഇതേപോലെ വരച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ജോയിനിങ് ഒക്കെ വരുന്നതാണ്. സോ സീം അലവൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം, തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. സോ ഒരു 1/2 ഇഞ്ച് ഇതാ ഇതേപോലെ ഒന്ന് അതേ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക തയ്യൽ തുമ്പായി. എന്നിട്ടിനി നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിച്ചം വന്നിരിക്കുന്ന ആ തുണി നമ്മൾ പോക്കറ്റ് തയ്ക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ മിച്ചമുള്ള തുണി 2ആയിട്ട് മടക്കി ഇടുക. അതിനു മുമ്പ് നമുക്കിതിൻ്റെ അളവൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ അളവ് വെച്ചാണ് നമ്മൾ പോക്കറ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. സോ ആ ക്രോച്ചിൻ്റെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൽ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക എക്സ്ട്രാ. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് പോക്കറ്റ് വേണ്ടത്. അപ്പോൾ ഈ അളവൊന്ന് മെഷർ ചെയ്യാം. ഇതൊരു 14 ഇഞ്ചുണ്ട്. ഇനി നമ്മൾ ആ മിച്ചം വന്നിരിക്കുന്ന തുണി 2ആയിട്ട് മടക്കി വെക്കുക. ദാ ഇതേപോലെ 2ആയിട്ട് മടക്കി നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ അവിടെ തൊട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒന്ന് പ്രോപ്പറായിട്ട് ദാ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം നമുക്ക് 14 ഇഞ്ചായിരുന്നു ലെങ്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ദാ വിഡ്ത്ത് ഈ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച്, ഇത് കറക്റ്റ് 7 ഇഞ്ച് ഉണ്ട്. അതന്നേരം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി മേളിൽ നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. സോ 7 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്ത് 6 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് ആ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. സോ അത് ജോയിൻ ചെയ്ത് നമ്മൾ ബാക്കി എക്സസ് ആയിട്ട് വരുന്ന ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം മേൽഭാഗത്ത് 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. താഴത്തെ ആ പോക്കറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു പോക്കറ്റിനുള്ളതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ ഞാൻ പോക്കറ്റ് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 സൈഡിലും പോക്കറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പം പോക്കറ്റിൻ്റെ തുണി കട്ട് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസസ് എടുക്കുക, അതിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ബാക്ക് പീസിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ പോക്കറ്റ് വെക്കാനാണ് പോകുന്നത്. പോക്കറ്റ് ഫ്രണ്ട് പീസിലാണ് വെക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പീസാണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ കുറച്ച് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കണം. അതായത് മുകൾ ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 6 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൈ പോക്കറ്റിനകത്ത് ഇടാനായിട്ട് കൈ ഇടാനുള്ള പോർഷൻ ഇല്ലേ, ആ പോർഷനാണ്. ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് 2ലും ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അപ്പം മേൽഭാഗത്ത് നോച്ചിടണമെന്ന് നിർബന്ധമില്ല, താഴത്തെ എന്തായാലും നിങ്ങൾ നോച്ചിട്ട് കൊടുക്കുക. ശേഷം ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നല്ല വശത്തേക്ക് തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പോക്കറ്റ്
പോക്കറ്റിൻ്റെ തുണി ഇതിൽ മേൽഭാഗത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ പോക്കറ്റിൻ്റെ തുണി വെച്ച് കൊടുക്കുമ്പം നിങ്ങൾ അതിൻ്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. അതായത് പാൻറ്റിൻ്റെ നമ്മൾ രണ്ടിൻ്റെയും നല്ല വശം അഭിമുഖമായി വരുന്ന രീതിയിൽ വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്ത് വെക്കണം. അതായത് 6 ഇഞ്ച് നമ്മൾ ചെയ്തില്ലേ, അത് മുകൾ ഭാഗത്ത് വെക്കുക. ആ 7 ഇഞ്ചിൻ്റെ പോർഷൻ താഴത്തേക്ക് വെക്കുക. വീതി കൂടിയ ഭാഗം താഴത്തേക്ക് വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഈ താഴ്ഭാഗത്ത് നമ്മൾ ആ നോച്ചിട്ട് കൊടുത്ത ഭാഗത്ത് അവിടെ വീണ്ടും നമ്മുടെ പോക്കറ്റിൻ്റെ ആ തുണിയിൽ ഒരു നോച്ചൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ? അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്ന്, അതായത് ആ നോച്ചിട്ട് കൊടുത്ത കഴിഞ്ഞുള്ള ആ പോയിന്റിൽ നിന്നും ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ വരച്ച വരയിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ പോക്കറ്റിൻ്റെ തുണി നമ്മൾ റോങ് സൈഡിലോട്ട് മടക്കി വെക്കുക. റോങ് സൈഡിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പം ഒരു 1/4 ഇഞ്ച് മാറ്റി ഇട്ടിട്ട് വേണം നിങ്ങൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിക്കാം. എന്താ ഇത് കണ്ടോ? ഈ ഒരു ലെവലിൽ കുറച്ചങ്ങ് ഒരു 1/4 ഇഞ്ച് മാറ്റി നിങ്ങളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ തുണി ഇത് കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി ആ പോക്കറ്റിൻ്റെ തുണി നമ്മൾ 2ആയിട്ട് മടക്കുക. ഇതേപോലെ 2ആയിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യാനുള്ളത് ഈ തയ്യൽ ഉള്ളിലേക്കാക്കുക. ഉള്ളിലേക്കാക്കി അതിൻ്റെ കോർണറൊക്കെ ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് അകത്തേക്ക് മടക്കി വെക്കുക. കണ്ടോ? റോങ് സൈഡിലോട്ട് മടക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ അരിക് ഇതേപോലെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം നമ്മളിനി നമ്മൾ ആ നോച്ചിട്ട് കൊടുത്ത ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കണ്ടോ, ഇതേപോലെ ഈ വരച്ച വരയിൽ കൂടി നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ചും ചെയ്ത് പോക്കറ്റ് നമ്മുടെ ഫ്രണ്ട് പീസിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പലാസോയ്ക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ആ പ്ലീറ്റ്സ് എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഈ പലാസോ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വരകളൊക്കെ കാണാം. അപ്പോൾ അതിൽ സെൻറ്ററിൽ കൂടി ഒരു വര പോകുന്ന കണ്ടില്ലേ? കാണിച്ചു തരാം. ഈ വര, ഈ വരയുടെ അവിടെ ആ ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. 2 ലെയറും കൂട്ടി പിടിച്ച് വേണം നോച്ചിടാൻ. കാരണം അത് ഒരു മിഡിൽ പോർഷനായിട്ട് വരും തുണിയുടെ. അപ്പോൾ അത് നോച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ വേണം പ്ലീറ്റ്സ് ഇടാൻ. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിയുമ്പം ഒരു പീസിൽ വരേണ്ട വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ 8.5 ഇഞ്ച് വരണം. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 30 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ്. 30 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 7.5 വരും. അപ്പോൾ 7.5 ഇഞ്ചിനോട് 1 ഇഞ്ച് കൂട്ടുമ്പം 8.5 വരും. അപ്പോൾ ഒരു സൈഡിൽ 8.5 വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതെല്ലാം കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 സൈഡിലെയും പ്ലീറ്റ്സ് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിതേ പോക്കറ്റ് നോക്കി, ഇതിൽ നിങ്ങളുടെ മൊബൈൽ നല്ല ഈസി ആയിട്ട് കയറാം. അത്രയും വലുപ്പമുണ്ട് കേട്ടോ പോക്കറ്റിന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ ബെൽറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. വേസ്റ്റ് ബെൽറ്റ്. അപ്പോൾ അതിനു വേണ്ടി പേപ്പർ ക്യാൻവാസ് ആണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിലുള്ള പേപ്പർ ക്യാൻവാസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അതേ വിഡ്ത്തിലുള്ള ലെങ്ത് ആണ് എടുക്കുന്നത്. കണ്ടോ? അത്രയും ലെങ്ത് എടുക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ ഈ പേപ്പർ ക്യാൻവാസിനെ നമുക്കൊരു ഫാബ്രിക് പീസിലോട്ട് പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി മിച്ചം വന്നൊരു ഫാബ്രിക് പീസ് എടുക്കുക. അതിനുശേഷം നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്ത് നമ്മുടെ ആ പേപ്പർ ക്യാൻവാസിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോക്കി, ഈ സൈഡ് തിളക്കമുള്ള സൈഡാണ്. തിളക്കമുള്ള സൈഡ് ആ നമ്മുടെ ഫാബ്രിക്കിൽ വെച്ച് ഇതൊന്ന് തേച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തേച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇതേപോലെ മടക്കി ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം മടക്കി ഇതിൻ്റെ അരികിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ.
ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് പീസ് റോങ് സൈഡിൽ ഇട്ടിരിക്കുകയാണ്. കണ്ടോ അത് റോങ് സൈഡാണ്. ഇത് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ അതിൻ്റെ സീം അലവൻസ് ഒരു 1/4 ഇഞ്ച് ഇട്ട് അതിൻ്റെ ഇത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുക. കണ്ടോ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് ഇത് മെയിൻ പീസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അരികിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇത് നല്ല വശമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. ബാക്ക് പീസ് വെക്കുന്ന റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം. അതായത് നല്ല വശം അഭിമുഖമായിട്ട് വെക്കണം. ശേഷം നമ്മൾ താഴെ നിന്ന് വേണം ബാക്ക് പീസ് അത് പിടിച്ചു കൊടുക്കാൻ. മേളിൽ നിന്ന് തുടങ്ങരുത്, താഴെ നിന്ന് ലെവൽ ചെയ്ത് പിടിച്ച് മേളിൽ വരിക. കണ്ടോ അപ്പം മേളിൽ നമുക്കിത് ഇത്രയും മിച്ചം വരുന്നുണ്ട്. അപ്പം അതങ്ങനെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഇത് താഴെ നിന്നും നമ്മൾ മേളിലിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് നമ്മൾ റോങ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസിൻ്റെ ആ പോർഷൻ എടുക്കുക, ബാക്ക് പീസ് എടുക്കുക, റോങ് സൈഡിലാണ് കിടക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തായിരുന്നു ഇലാസ്റ്റിക് വെക്കാനായിട്ട് ബാക്ക് പീസിൽ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് ഇവിടെ തുടങ്ങി ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ അടുത്ത സൈഡ് വരെ ഇങ്ങനെ പോവുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മടക്കി തയ്ക്കണം. കാരണം ഇലാസ്റ്റിക് കയറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ പോർഷൻ ഒന്ന് മടക്കി തയ്ക്കണം. കണ്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അരിക് അകത്തേക്ക് ഇതേപോലെ മടക്കി അതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ സെൻറ്റർ പോർഷൻ, അതായത് 2 കാലിൻ്റെയും ഭാഗം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ അതിനി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം താഴെ നിന്നും തുടങ്ങി കണ്ടോ ഇതെല്ലാം വഴി ഈ ബോട്ടം പാർട്ടിൽ എത്തി നിൽക്കണം തയ്ച്ച്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒരുമിച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസിൽ ഇലാസ്റ്റിക് ഇടണം. അതിന് വേണ്ടി കണ്ടോ 1.25 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് അളവ് ബാക്കിൽ എത്ര വേണം അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇതിപ്പോൾ പലാസോ പാൻറ്റിൻ്റെ ബാക്ക് പോർഷനാണ്. ഇത് റോങ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക്കിൽ ഇതേപോലെ സേഫ്റ്റി പിൻ നമ്മൾ കയറ്റുക. കാരണം ഇത് നമുക്ക് ഇതിനകത്തൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്, അതിന് വേണ്ടിയാണ് കേട്ടോ. ഈ സൈഡ് കണ്ടോ അത് അങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ തന്നെ വേണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ, അല്ലെങ്കിൽ കുറച്ച് ടഫായിരിക്കും ഇലാസ്റ്റിക് കയറ്റുമ്പം. ഇതുപോലെ ഇലാസ്റ്റിക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കുക. ഇവിടെ ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് അങ്ങേ സൈഡിലേക്ക് എത്തിക്കേണ്ട നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. കണ്ടോ ഈ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഈ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് കയറാതെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കേട്ടോ ആദ്യമേ നമ്മളിതാ ഇവിടെ ഈ പോർഷനിൽ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അത് വിട്ടു പോകാത്ത രീതിയിൽ 2-3 സ്റ്റിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ ഇലാസ്റ്റിക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ഇത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ശരിക്കും ഒന്ന് പ്രോപ്പറായിട്ട് അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇനി സെൻറ്ററിൽ നിന്ന് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വെച്ചു. ഫ്രണ്ട് പീസിൽ കണ്ടോ നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ചിട്ടാണ്, ബെൽറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡബിൾ ഫോൾഡ് ചെയ്തെടുത്താൽ മതി അടിഭാഗം, പാൻറ്റിൻ്റെ അടിഭാഗം, ബോട്ടം പാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.